ഞെട്ടിക്കും പ്രമോ. അതെ, ഗബ്രി ബിഗ് ബോസ് വീട്ടിൽ നിന്നും എവിക്റ്റ് ആയോ? ഗബ്രി ഓർ ജാസ്മിൻ, രണ്ടിലൊരാൾ എവിക്റ്റ് ആവുന്ന പ്രമോയാണ് വന്നിരിക്കുന്നത്. പക്ഷേ ട്വിസ്റ്റ് ഇല്ലാതിരിക്കോ? ട്വിസ്റ്റ് ഉണ്ട്. ട്വിസ്റ്റ് ഉറപ്പായിട്ടും കാണും. പ്രതീക്ഷിക്കാത്ത രണ്ടുപേര് സേവ് ആയിരിക്കുകയാണ്. 4 പേരുടെ വിധി നാളെ പറയാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഡബിൾ എവിക്ഷൻ സ്കോപ്പ് ഉണ്ടോ? എന്താണ് അവസ്ഥകൾ പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് എന്തായാലും ചെയ്യണം. അങ്ങനെ എവിക്ഷൻ പ്രൊമോയാണ് വന്നിരിക്കുന്നത്. ലാലേട്ടൻ എല്ലാവരെയും പൊക്കുന്നു. എന്നിട്ട് പറയുന്നു, ഋഷി, അൻസിബ, ഗബ്രി, ജാസ്മിൻ ഇവർ 4 പേര് നിൽക്കുക, ബാക്കിയുള്ളവർ എന്ത് ചെയ്യുക? ഇരിക്കുക. ബാക്കി ഇരുന്നവരുടെ കാര്യം നാളെ പറയാം. അതായത് ബാക്കി ഇരുത്തിയ കുറച്ച് പേരുണ്ടല്ലോ, സിജോ, അർജുൻ, ഇവരുടെയൊക്കെ കാര്യങ്ങൾ നാളെ പറയും. 5 പേരെ ഇരുത്തി അവരുടെ കാര്യങ്ങൾ നാളെ പറയാം. ആദ്യം ഈ നിന്ന ആൾക്കാർ ഇന്ന് 4 പേരിൽ ഒരാളെന്ന് പോകും എന്നുള്ള ലെവലാണ്. എന്നിട്ട് കാണിക്കുന്നത് ഗാർഡൻ ഏരിയയിൽ വെച്ച് എന്തൊക്കെയോ ചുരണ്ടുന്നു. നമ്മുടെ എവിക്ഷൻ കാർഡ് ചുരണ്ടുന്നു. ഋഷി സേവ്ഡ് ആവുന്നു, അൻസിബയും സേവ്ഡ് ആവുന്നു. പിന്നെ ബാക്കി 2 പേർ, ജാസ്മിനും ഗബ്രിയും. ഇവരെ നേരെ ആക്ടിവിറ്റി റൂമിൽ കൊണ്ടുപോകണം. ആക്ടിവിറ്റി റൂം നീലയും ചുവപ്പൊക്കെ ആയിട്ട് കത്തി നിൽക്കുന്നു. ഇവരിങ്ങനെ ജാസ്മിൻ ഇങ്ങനെ ഗബ്രി എടുത്ത് ഇങ്ങനെ ദൂരെ ഇങ്ങനെ കൈ പിടിച്ച് നിൽക്കുകയാണ്. ഗബ്രിയുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചെടുത്തപ്പോൾ ജാസ്മിൻ ഇങ്ങനെ വിഷമം. കാരണം 2-ൽ-ഒരാൾ പുറത്താവും. ബിഗ് ബോസ് പറയാണ്, നിങ്ങൾ 2 പേരിൽ ഒരാൾ ഇന്ന് എന്നേക്കുമായി ബിഗ് ബോസ് വീട്ടിൽ നിന്നും വിട പറയും. ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്, കർട്ടൻ ആയിട്ട് വെച്ചിട്ടുണ്ട്. കർട്ടൻ നീക്കുക, അപ്പോൾ അറിയാൻ പറ്റും ആരാണെന്നുള്ളത്. അങ്ങനെ ഗബ്രിയും ജാസ്മിനോട് ഈ കർട്ടൻ ഇങ്ങനെ നീക്കണം. അപ്പോൾ എവിക്റ്റഡ് എന്ന് എഴുതിയിരിക്കുന്നു, ആരാണെന്ന് കാണിക്കുന്നില്ല. ഇതാണ് പ്രൊമോ. ഇനി നടക്കാൻ പോകുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രൊമോ കാണിച്ചതിൻ്റെ ഉദ്ദേശമാണ് ഞാൻ ആദ്യം തന്നെ ആലോചിക്കുന്നത്. സാധാരണ എവിക്ഷൻ പ്രൊമോ കാണിക്കുമ്പം 4 പേരൊക്കെ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. ഇതിപ്പോൾ ഗബ്രിയും ജാസ്മിനും ഇവരെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ പറയുന്ന പ്രൊമോ കാണിച്ചിരിക്കുന്നത്. അപ്പം ഇവർ 2 പേരിലൊരാൾ പുറത്താകും എന്നൊരു ഔട്ട്പുട്ട് നമ്മുടെ പ്രേക്ഷകരുടെ ഇടയിലും ഉണ്ട്. പക്ഷേ അതല്ല, ഒരു ട്വിസ്റ്റ് വെച്ചാലോ, 2 പേരിലൊരാൾ ഔട്ടൊക്കെ ആവും. അല്ലെങ്കിൽ ചിലപ്പോൾ ഗബ്രി എവിക്റ്റഡ് എന്നായിരിക്കും. നേരെ കൊണ്ടുപോയാലോ സീക്രട്ട് റൂമിലേക്ക്. ട്വിസ്റ്റ് ആവൂലേ കഥ? ട്വിസ്റ്റ് ആവും. നല്ലൊരു 1-ാം തരം ട്വിസ്റ്റ് അവിടെ വരും. അപ്പോൾ ഒന്നുകിൽ ആ സംഭവമായിരിക്കും. കാരണം ഈ നിങ്ങൾ ശ്രദ്ധിച്ചു, ആ പ്രൊമോയിൽ ഗബ്രിക്കും ജാസ്മിനും വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ ഒരു സാധനം. ഇവരെ ലാലേട്ടൻ ബാക്കിയുള്ളവരെ ഇരുത്തിക്കൊണ്ട് ഇവരെ ഗബ്രിയും ജാസ്മിനെയും കൂടെ ഒരുമിച്ച് നിർത്തി അവർ 2 പേരും കൂടെ വന്നിട്ട് അതിൽ നിന്നൊരാളെ സേവ്, ഒരാൾ ഔട്ട്, ആ ഒരു ലെവലാണ് കൊണ്ടുവരാൻ നോക്കിയത്. ഏതുപോലെ കഴിഞ്ഞ തവണത്തെ ബിഗ് ബോസിലെ റെനീഷയും സെറീനയും ഔട്ടാവാൻ സമയത്ത് വന്നതുപോലെ ഓർമ്മയുണ്ടോ? ഇതുപോലെയാണ്. 2 പേര് ഫ്രണ്ട്സാണ്, 2 പേർക്ക് നിൽക്കണമെന്നാണ്. പക്ഷേ എവിക്ഷനിൽ അങ്ങനെ കൊണ്ടുവച്ചൊരു ട്വിസ്റ്റ് നടത്തി. അപ്പോൾ അതുകൊണ്ട് ഇതും എനിക്കൊരു സംശയമുണ്ട്. ഗബ്രിയെ സീക്രട്ട് റൂമിലേക്ക് കൊണ്ടുപോകുമോ, അല്ലെങ്കിൽ ജാസ്മിനെ സീക്രട്ട് റൂമിലേക്ക് കൊണ്ടുപോകുമോ? അതിനുള്ള ഹൈ ചാൻസസ് ആണ് ഇവിടെ കാണുന്നത്. ഷൂട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് സാറ്റർഡേയിലത്തെ എപ്പിസോഡ്. പക്ഷേ അറിഞ്ഞിട്ടില്ല. അറിയുമ്പോൾ നിങ്ങളോട് എന്തായാലും പറയും ഞാൻ ഔട്ടായത് ആരാണെന്ന്. അറിഞ്ഞിട്ടില്ല. പക്ഷേ 2 സംഭവങ്ങളാണ് നടക്കാനുള്ളത്. ഒന്നുകിൽ ഗബ്രി എവിക്റ്റ് ആവും. അല്ല എന്നുണ്ടെങ്കിൽ ഗബ്രി സീക്രട്ട് റൂമിൽ 2-ലെങ്കിലും നടക്കും. പക്ഷേ ഗബ്രി എവിക്റ്റ് ആവുകയാണെങ്കിൽ ഇത്രയും വലിയ സംഭവമാക്കി എന്തുകൊണ്ടാണ് ജാസ്മിനും ഗബ്രിക്കും ഇവരെ ആക്ടിവിറ്റി ഏരിയയിൽ വിളിക്കുന്നു? ഇങ്ങനെയൊക്കെ വലുതായിട്ട് ഒരു എവിക്ഷൻ പ്രൊമോയുടെ ആവശ്യം എന്തായിരുന്നു? അല്ലെങ്കിൽ ഇത്രയും വലിയ എവിക്ഷൻ സെറ്റപ്പിൻ്റെ ആവശ്യം, ഈ കട്ടനൊക്കെ നീക്കി വലിയ എവിക്റ്റഡ് എന്നൊക്കെ എഴുതി വെച്ചാൽ അത്രയും വലിയ ആവശ്യം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട്. കാരണം ഈ പറയുന്ന ഷോ ഇത്രയും ദിവസം കൊണ്ടുപോയത് ഗബ്രിയും ജാസ്മിൻ്റെയും ഈ കഥയാണ്. ഈ കഥയ്ക്കെതിരായിട്ടാണ് വീട്ടുകാർ ഫുള്ള് കളിച്ചത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഗബ്രി ഔട്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ കഥ മാറും, കളി മാറും. അപ്പോൾ ഒരുപക്ഷെ അത്രയും നല്ല 2 കണ്ടന്റ് മേക്കേഴ്സാണ്. ഇവർ എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യുന്നില്ലെന്നുള്ളതല്ല. ഈ പറയുന്നവരവർ കാണിക്കുന്ന കോപ്രായങ്ങൾ ആർക്കും ഇഷ്ടമല്ല, അത് വേറെ കാര്യം. പക്ഷേ ഇവർ കാരണമാണ് ഈ ഷോ ഇത്രയും പിടിച്ച് കുലുങ്ങാനും പുറത്ത് ആളുകൾ അയ്യോ ഇരിക്കാൻ വയ്യ. ബിഗ് ബോസിൻ്റെ പേരിൽ കോൺട്രവേഴ്സി ഈ സീസണിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ സംഭവത്തിനെ ബേസ് ചെയ്താണ്. അപ്പോൾ അത്രയും വലിയ ഈ സംഭവം ഇവർ ജാസ്മിനും ഗബ്രിയും അതിനകത്ത് ഇൻവോൾവ്മെൻ്റ് ആയതുകൊണ്ടാണ് ഇവരുടെ എവിക്ഷൻ തന്നെ ഇത്രയും വലിയ സാധനമാക്കി ഇവർ മാറ്റിയത്. ഈ പറയുന്ന പോലെ ഒരു ട്വിസ്റ്റ് സംഭവിക്കാം. അത് സീക്രട്ട് റൂം ആയിരിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ഗബ്രി പുറത്ത്, ജാസ്മിൻ എന്തായാലും സേവ് ആയിരിക്കും. ഗബ്രി തന്നെ ആയിരിക്കും. 95% ഗബ്രി തന്നെ ആയിരിക്കും. 5% നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. 5% എന്താണെന്നുള്ള കാര്യം. പക്ഷേ 95% ഉറപ്പിച്ചോ ഔട്ട് ആവുകയാണെന്നുണ്ടെങ്കിലും സീക്രട്ട് റൂമിൽ ആവുകയാണെന്നുണ്ടെങ്കിലും ഗബ്രി തന്നെ ആയിരിക്കും. കാരണം ജാസ്മിനൊക്കെ അത്യാവശ്യം നല്ല വോട്ട് കിട്ടും. ബാക്കിയുള്ളവരുടെ കാര്യം നാളെ പറയാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഡബിൾ എവിക്ഷനും ഉണ്ടാവാം.
അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം, വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം. ഞാൻ ഈ പറഞ്ഞ പോലുള്ള സംശയങ്ങൾ നിങ്ങൾക്കും തോന്നിയെങ്കിൽ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ബിഗ് ബോസ് ആണെന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. എൻ്റെ FB പേജും ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യണം. അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം, ബിഗ് ബോസിൻ്റെ വിശേഷമായിട്ട്. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.